ഇവിടെ സ്ഥിരം ഇങ്ങനെ തന്നെയല്ലേ? സ്ഥിരം ഇത് തന്നെ. ഇതൊരു 3-4 വർഷമായി സ്ഥിരം പല്ലവിയാണ് ഇതിപ്പോൾ. അപ്പോൾ ആർക്കും പിന്നാണോ നേടുന്ന മണമില്ല എന്ന് പറഞ്ഞ പോലെ ആർക്കും മണമില്ലാണ്ടായിപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് ഇവിടെ എല്ലാവരും കിട്ടുന്ന പൈസയ്ക്ക് വിറ്റങ്ങ് പോവുകയാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എല്ലാം മരുഭൂമി പോലെയാകും, രാജസ്ഥാനം പോലെയാകും. വന്യമൃഗത്തിനെ കൊണ്ട് യാതൊരു രക്ഷയില്ല. വനംവകുപ്പുകാർ ഭയങ്കര അനാസ്ഥയായി. ഒരു തൂക്ക് ഫെൻസിങ് വന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഒരു ശാശ്വതമല്ല. അതൊക്കെ ചവിട്ടി മറിച്ച് മരങ്ങളെ പൊടിച്ചിട്ടിട്ട് ആനിങ്ങ് കയറുകയാണ്. തൂക്കുവൻസിയിൽ നിൽക്കുന്നില്ല, എവിടെ നിൽക്കണ്? അന്നേ ഞങ്ങൾ പറഞ്ഞത് ഇതിന് നല്ല കിടങ്ങുകൾ കീറിയിട്ട് നല്ല റെയിൽവേ ഫെൻസിങ് വന്നിട്ട് അതിൻ്റെ മുകളിൽ നെറ്റ് കൊടുക്കുക. നല്ല അത് കാര്യക്ഷമതയാണ്. അതിൽ പിന്നെ കുരങ്ങിൻ്റെ ശല്യം അത് വരാം. അത് അവർക്ക് പറ്റുന്നില്ല. ഇതിൽ ഫണ്ട് തട്ടിയെടുക്കാൻ കഴിയില്ല. ഇതാണ് ഇവരെ. ഞങ്ങൾ നികുതി അടയ്ക്കുക, ഞങ്ങളെന്താ മണ്ണ് വാരി തിന്നാൻ പറ്റുമോ ഞങ്ങൾക്ക്? അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പട്ടാളം ഇറങ്ങി വെടിവെച്ചാൽ കൊല്ലി അങ്ങോട്ട്. അവിടെ ജീവിക്കാൻ യാതൊരു ഒരു തരത്തിലും രക്ഷയില്ല. ഒരാളുടെ ജീവനും കൂടെ പോയിരിക്കും. ഒരു ജീവനും കൂടി പോയി. എത്രയാണ് കടുവയാണ്? കടുവയിൽ തന്നെ ഒരു 10-15 ആൾ കടുവയിൽ പോയി. കടുവ അങ്ങനെ, ആന അങ്ങനെ, എല്ലാം കൊണ്ടും രക്ഷയില്ല. രാത്രി അത്യാവശ്യം ലേശം കിടന്നുറങ്ങണ്ടേ ഞങ്ങൾക്ക്? പകൽ പണിയെടുത്തിട്ട് തന്നെ ഞങ്ങൾക്ക് കടങ്ങൾ കൂടുക എന്നല്ലാതെ ബാങ്കുകാരാണെങ്കിൽ ജപ്തി നോട്ടീസിങ് അയക്കുക. അവർക്ക് അതൊന്നും പ്രശ്നമല്ല. വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ചോ എന്നതില്ല, അവർക്ക് കിട്ടണം. ഇതെന്ത് സർക്കാരത്? ഇതാണോ സർക്കാർ? ഇതെന്ത് നിയമം ഇത്? ഈ നിയമമൊക്കെ എടുത്തു കളയണമെന്ന് ഞാൻ പറയണത്. ഇവിടെ പാട്ടാളങ്ങൾ വന്ന് വെടിവെച്ചങ്ങ് എല്ലാത്തിനും കൊന്നുകളയണം. ഈ വംശനാശം വരട്ടെ മൃഗങ്ങൾക്ക്. മനുഷ്യർ കുറേ ചത്തുപോകുന്നില്ലേ? കോവിഡ് വന്നിട്ട് കുറേ മനുഷ്യർ ചത്തുപോകുന്നില്ലേ? അതിൽ പറയാൻ എന്താ ഇവിടെ? അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ഇതെന്ത് സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കാനാണ് സർക്കാർ. നമ്മുടെ നികുതി പണം അടച്ചിട്ടാണല്ലോ ഇവർ. നമ്മുടെ കയ്യിൽ നിന്നെല്ലാം നികുതികൾ ഇവർ വാങ്ങുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു 100-50% നമ്മൾക്ക് ഗുണം ചെയ്യണ്ടേ? എൻ്റെ പറമ്പിൽ തന്നെ എന്നെ കഴിഞ്ഞ ആഗസ്റ്റിൽ എന്നെ കൊല്ലേണ്ടതാണ്. ഞാൻ എനിക്ക് അരിയെന്തോ ലേശം ബാക്കിയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും കൊണ്ട ആളാണ്. ഞാനിതിൻ്റെ അസ്വസ്ഥതനാണ്. ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു കാപ്പിത്തോട്ടത്തിൽ വരെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരു ആദായങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോവുക? ഈ തോലി എങ്ങനെ പോകും? പോകാതിരിക്കാൻ പറ്റുമോ? നമുക്ക് പണിയെടുക്കണ്ടേ? കൃഷി ചെയ്യണ്ടേ? വരുമാന മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ സർക്കാർ ജോലിയൊന്നും ഇല്ലല്ലോ, മാസം ശമ്പളമൊന്നും ഇല്ലല്ലോ. ഇവർക്ക് പിന്നെ എന്താ ശമ്പളം കിമ്പളമൊക്കെ കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ആരാ തരാനുള്ളത്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ.